Peace be upon you. You're watching a video from Yaqeen Institute from Youth Conversation. For more, please stay tuned. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقاتلوهم حتى لا تكون فتنة ويكون الدين لله فإن انتهوا فلا عدوان إلا على الظالمين. ഫിത്ന ഇല്ലാതാവുകയും ദീൻ അള്ളാഹുവിൻ്റേത് മാത്രമാകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ പോരാടുക. അവരാക്രമണം അവസാനിപ്പിക്കുന്ന പക്ഷം അക്രമികളോട് മാത്രമേ പിന്നെ ശത്രുത വേണ്ടുള്ളൂ. الشهر الحرام بالشهر الحرام والحرمات قصاص. പവിത്രമാസത്തിലാണ് ആക്രമണമെങ്കിൽ പവിത്രമാസത്തിൽ തന്നെ തിരിച്ചടിയും. എല്ലാ പവിത്രതകൾക്കും തുല്യനീതിയും. فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم واتقوا الله واعلموا أن الله مع المتقين. ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവരെ തത്തുല്യം നിങ്ങൾക്ക് പ്രത്യാക്രമിക്കാം. ദൈവഭക്തിയുള്ളവരായിരിക്കുവിൻ, ഭക്തരോടൊപ്പമാണ് അള്ളാഹു ഉള്ളതെന്നറിയുക. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. ദൈവമാർഗത്തിൽ ചിലവഴിക്കുക, നാശത്തിലേക്ക് സ്വയം എടുത്തു ചാടരുത്. ഏറ്റവും മനോഹരമായത് നിർവഹിക്കുക, കാരണം അത്തരക്കാരോട് അള്ളാഹുവിന് വളരെ സ്നേഹമാണ്. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 193, 194, 195 ഈ 3 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ യുദ്ധസന്നാഹങ്ങൾ നടത്തുന്നതിനും പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നതിനും മൗലികമായി 2 ഉദ്ദേശ ലക്ഷ്യങ്ങളാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, സാമൂഹിക നീതിയും സന്തുലിതാവസ്ഥയും സുരക്ഷിതബോധവുമൊക്കെ ഉറപ്പുവരുത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സകലമാന അതിക്രമങ്ങളും കൊള്ളരുതായ്മകളും വിവേചനങ്ങളും മർദ്ദന പീഡനങ്ങളുമെല്ലാം ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തായിരിക്കും. അനീതിയുടെ ഘോഷയാത്ര നടക്കുന്ന ഒരു ലോകത്ത് മൂകസാക്ഷിയായി നിൽക്കാൻ ഇസ്ലാമിനാകില്ല. അഥവാ അങ്ങനെ നിൽക്കുന്നുവെങ്കിൽ അത് പിന്നെ ഇസ്ലാമുമല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതുപോലെ, അനീതിയുടെ വിളയാട്ടം നടക്കുന്നിടത്ത് ഒരു മുസ്ലിമിന് രണ്ടാലൊരു ഭൂമിക മാത്രമേ ഉള്ളൂ. ഒന്നുകിലത് രണഭൂമിയായിരിക്കും, അല്ലെങ്കിൽ തടവറയും. മൂന്നാമതൊന്നുണ്ടെങ്കിൽ അത് കുഴിമാടമാകാതെ തരമില്ല. അത്തരം അനീതിയുടെയും അധാർമികതയുടെയും ഇരുണ്ട കാർമേഘങ്ങൾക്ക് പൊതുവിൽ നമുക്ക് ഫിത്ന എന്ന് പറയാം. അതിനെ ഉച്ചാടനം ചെയ്യുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം. ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം, ദീൻ അള്ളാഹുവിൻ്റെത് മാത്രമാക്കി തീർക്കുക എന്നതാണ്. മതമെന്നും പ്രതിഫലമെന്നും ഒക്കെ ഈ ദീൻ എന്ന പദത്തിന് അർത്ഥമുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയുള്ളൊരർത്ഥമാണ് അനുസരണവും വിധേയത്വവും ഒക്കെ. ബേസിക്കലി ദൈൻ എന്ന പദത്തിൽ നിന്നാണ് ദീൻ ഉണ്ടാകുന്നത്. ദൈൻ കടമാണ്. കടം കിട്ടിയ ആൾക്ക് സത്യത്തിൽ അത് കൊടുത്തു വീടുന്നത് വരെ അത് വലിയൊരു ഭാരമാണ്. കടത്തെക്കുറിച്ചൊരു ചൊല്ലുപോലും അറബിയിൽ ഇങ്ങനെയുണ്ട്: അദ്ദൈനു ഹമ്മും ബില്ലയിൽ വദില്ലും ബിന്നഹാർ. കടം പകലിലെ നിന്ദ്യതയും രാവുകളിലെ നൊമ്പരവുമാണ് എന്ന്. കടം വാങ്ങിക്കഴിഞ്ഞാൽ താഴ്മയും വിനയവും ഉണ്ടാവും. സമാനമായി ദീൻ എന്നതിനും ഇതുപോലെ താഴ്മയും വിധേയത്വവും അതുവഴി അനുസരണവും കീഴൊതുങ്ങലുമൊക്കെ ഉണ്ടാകണമെന്നർത്ഥം. ഇനി അതിനെ പ്രതിഫലം, റിവാർഡ് എന്ന അർത്ഥത്തിലൊക്കെ എടുത്താലോ, അപ്പോഴും കൊടുക്കുന്നവരും വാങ്ങുന്നവരും തമ്മിലുള്ള അദൃശ്യമായൊരു ബന്ധത്തിന്റെ ചേരുവയുണ്ടാകും അതിൽ. ഇതേ പ്രകാരമാണ് ജീവിത പദ്ധതികൾ ഉൾക്കൊള്ളുന്ന ശരീഅത്ത് എന്ന അർത്ഥവും. അതും ദീൻ എന്ന പദത്തിന്റെ അർത്ഥമാണ്. അവിടെയും നിയമനിർമ്മാതാവായ അള്ളാഹുവും മനുഷ്യരും തമ്മിലുണ്ടാകേണ്ടുന്ന ബന്ധത്തിന് ഒരു വിധേയത്വത്തിന്റെയും കീഴൊതുങ്ങലിന്റെയും ഒക്കെ തലമുണ്ടാകണമെന്ന് സാരം. അவ்விധം ദൈവിക താല്പര്യങ്ങളുടെ അനുപൂരകമായൊരു ലോകക്രമം, ഒരു വേൾഡ് ഓർഡർ ഉണ്ടാക്കി തീർക്കുക എന്നതും പോരാട്ടങ്ങളുടെ താല്പര്യത്തിൽപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ്. ഏകനായ സാക്ഷാൽ സർവേശ്വരന് കീഴൊതുങ്ങാൻ ആരെയും സമ്മതിക്കാത്ത ഏതൊക്കെ സിസ്റ്റങ്ങളുണ്ടോ അതെല്ലാം കൈകാര്യം ചെയ്യപ്പെടണം. ലാ ഇക്രാഹ ഫിദ്ദീൻ. അള്ളാഹുവിന് അനുസരണം കാണിക്കാൻ വെമ്പുന്നവരുടെ മേൽ ഒരു നിലയ്ക്കും കയ്യൂക്ക് കാണിക്കപ്പെടരുത്. അതിന് ആരെയും സമ്മതിക്കരുത്. സ്വച്ഛമായി സ്വതന്ത്രമായി അള്ളാഹുവിനെ വിധേയപ്പെടാൻ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകപ്പെടണം. ഇതിന് വിഘാതമായി ശത്രുപക്ഷം അവലംബിക്കുന്ന അക്രമരീതികളോട് തത്തുല്യമായി തന്നെ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടും നിങ്ങൾക്ക് മുന്നോട്ടു പോകാം. ആ ഘട്ടത്തിൽ പരിശുദ്ധ മന്ദിരങ്ങളുടെയും മാസങ്ങളുടെയും പേരിൽ അറച്ചു നിൽക്കാതെ, പിന്നോക്കം വലിയാതെ, അക്രമികൾക്ക് തല നീട്ടിക്കൊടുക്കാതെ തിരിച്ചടിക്കണം. പവിത്രതയും പരിശുദ്ധതയും സാമൂഹിക സുരക്ഷിതത്വവുമൊക്കെ
ഏകപക്ഷീയമായൊരു ബാധ്യതയല്ലെന്നും അതെല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണെന്നും സർവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആയതിനാൽ ശത്രുപക്ഷം വിലമതിക്കാത്ത പവിത്രതകളുടെ പേരിൽ നിങ്ങൾ സ്വയം അപകടം ക്ഷണിച്ചു വരുത്തരുത്. ഇനി അതോടൊപ്പം തന്നെ ഈ ധർമ്മമാർഗത്തിലെ ഏതൊരു നീക്കത്തിനും ചലനാത്മകത നൽകാനായി ധനവിനിയോഗം നടത്തേണ്ടതുമുണ്ട്. അനിവാര്യ ഘട്ടങ്ങളിൽ അത് ചെയ്തില്ലെങ്കിൽ പിന്നെപ്പോഴാണ്? പിശുക്കി കെട്ടിപ്പൂട്ടി വെക്കുന്തോറും വലിയ ആത്മദ്രോഹമാണ് വരുത്തി വെക്കുന്നത്. വലിയ ആപൽക്കയങ്ങളിലേക്ക് എടുത്തു ചാടുന്നത് പോലെ വിപൽക്കരമായിരിക്കും അത്. അതുകൊണ്ട് ഏറ്റവും നന്നായി ചെലവഴിക്കുക, സൂക്ഷ്മതയോടെ ലോകത്തെ നോക്കിക്കാണുക. ഇതിത്രയുമാണ് ഇന്നത്തെ ആയത്തുകളിലെ സാരാംശം. നമുക്കിനി ആയത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന, ഫിത്ന ഇല്ലാതാകും വരെ നിങ്ങൾ പോരാടണം. ഉംറക്കായി പരിശുദ്ധ കഅബയെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരുന്ന വിശ്വാസികൾ ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഒരു സന്ദിഗ്ധ ഘട്ടത്തിലാണല്ലോ ഈ ആയത്തുകളൊക്കെ അവതരിക്കുന്നത്. ഇതിനോട് ചേർത്ത് വെച്ച് തന്നെ നമ്മൾ വായിച്ചാൽ ശത്രുപക്ഷത്ത് നിന്ന് ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അവരെന്ന് ആരംഭിക്കുന്നോ അത് സമ്പൂർണമായും അമർച്ച ചെയ്യും വരെ നിങ്ങൾ തിരിച്ചു സമരം ചെയ്യണം. മാത്രമല്ല വയക്കൂനദ്ദീനുലില്ല, അനുസരണം അത്രയും അള്ളാഹുവിനായി തീരും വരെയും പോരാടേണ്ടതുണ്ട്. സത്യവിശ്വാസിയെ അവന്റെ വഴി അവൻ തെരഞ്ഞെടുക്കുന്നതിൽ നിന്നും അവനെ തടയുകയും മുസ്ലിമായതിന്റെ പേരിൽ അതിന്റെ പേരിൽ മാത്രം കൊല്ലാക്കൊല ചെയ്യുകയും അല്ലെങ്കിൽ കൊലയേക്കാൾ മാരകമായ ഫിത്നകൾ അഴിച്ചുവിടുകയും ചെയ്തവരാണല്ലോ ഈ ശത്രുപക്ഷം. മനുഷ്യകുലത്തിന് ഏറ്റവും വലിയ നന്മയായ ദീനുൽ ഇസ്ലാമിന്റെ വെളിച്ചത്തെ, ഹിദായത്തിനെ നിഷേധിക്കുകയും ദൈവിക സരണിയിൽ വിഘ്നം സൃഷ്ടിക്കുകയും ചെയ്തവരാണല്ലോ അവർ. ഈ വിഘ്നങ്ങൾ ഇല്ലാതാക്കുക എന്നത് മുസ്ലിം സമൂഹത്തിന് ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ ദൈവമെന്ന പ്രപഞ്ച സത്യം ഇവിടെ പുലരും വരെ പോരാടാൻ ഞാൻ കൽപ്പിതനാണ് എന്ന്. കട്ടപിടിച്ച അധാർമികതയുടെ ഇരുളുകൾക്കിടയിൽ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും നീതിയുടെയും കിരണമാണ് സത്യത്തിൽ ഇസ്ലാം. അതിനെ ഊതിക്കെടുത്താൻ ആഞ്ഞുവരുന്ന ചെറുകീടങ്ങളും വിഷജീവികളുമെല്ലാം ആ ജ്വാലയിൽ തന്നെ ഹോമിക്കപ്പെട്ടെന്നിരിക്കും. ആ വെള്ളി വെളിച്ചം പാടേ അണഞ്ഞു പോകുന്നതിലും ഭേദം അത് തന്നെയാണല്ലോ. അതാണ് അല്ലാഹ് പറഞ്ഞത്, അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. എന്നാൽ ഫൈനിൻതഹൗ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, അവർ പിൻവാങ്ങിയാൽ അക്രമികളോട് മാത്രമേ പിന്നെ നിങ്ങൾക്ക് ശത്രുത വേണ്ടതുള്ളൂ. പിൻവാങ്ങുക എന്നത് യുദ്ധത്തിൽ നിന്നും കലാപങ്ങളിൽ നിന്നും മാത്രമാണോ അതോ കുഫറിൽ നിന്ന് തന്നെയും പിൻവാങ്ങി ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ അഭിപ്രായാന്തരം നമുക്ക് കാണാം. രണ്ടായാലും ശരി, പ്രശ്നക്കാരല്ലാത്തവരാരും സൈനിക നടപടികൾക്ക് വിധേയമാക്കപ്പെടരുത്. കഴിഞ്ഞ ഭാഗത്തും കർക്കശമായി തന്നെ അത് അല്ലാഹു സൂചിപ്പിച്ചതാണ്. ഫലാ തഅതദു, നിങ്ങൾ അതിക്രമം കാണിക്കരുത്. നാടും വീടുമൊക്കെ ചുട്ടരിച്ച് നാമാവശേഷമാക്കും വിധം ക്രൂധരായി പോകരുത് നിങ്ങൾ. അച്ചടക്കം അതെന്നും നിലനിർത്തപ്പെടണം. അതേസമയം ലാലിമീങ്ങളോട് നടപടി സ്വീകരിക്കുകയും ചെയ്യാം. യുദ്ധം തുടങ്ങി വെച്ചവരെയാണ് ലാലിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ല, ഇപ്പോഴും കുഫറിലും ഫിത്നയിലുമൊക്കെ അടിയുറച്ചു നിൽക്കുന്നവരെയാണ് ലാലിം എന്ന് പറയുന്നത് എന്നൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. പൊതുവെ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെടുന്നവരോട് എടുക്കുന്ന നിലപാടുകൾ ഒന്നുകിൽ അവർ അക്രമം ഉപേക്ഷിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യും, അതല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തെ അംഗീകരിച്ച് നികുതി അടച്ച് സ്വച്ഛമായി ജീവിക്കാൻ തുടങ്ങും. അതുമല്ലെങ്കിൽ മോചനദ്രവ്യത്തിലൂടെ വിട്ടയക്കപ്പെടുകയോ അടിമയാക്കപ്പെടുകയോ ചെയ്യും. ഇതൊന്നുമല്ലെങ്കിൽ വിചാരണക്കൊടുവിൽ അവർ വധിക്കപ്പെടും. ഇങ്ങനെ പല രീതിയിലുള്ള നടപടികൾക്കാണ് അവർ വിധേയമാക്കപ്പെടുക. ഇതിനൊന്നും വഴങ്ങാതെ കുഴപ്പങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന കുറ്റവാളികളോട് അവരോട് മാത്രമേ നിങ്ങൾ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുള്ളൂ. പൊതുജനങ്ങൾ ആകമാനമോ അതല്ലെങ്കിൽ കുറ്റവാളികളുടെ ഉറ്റവരും ഉടയവരുമോ ഒന്നും തന്നെ അരക്ഷിതരായി കഴിയേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. അക്രമികൾ മാത്രം പിടിക്കപ്പെടുകയും കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു സ്ഥിതിയാണ് ഉണ്ടാവേണ്ടത്. അക്രമികൾക്ക് തക്ക ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് അള്ളാഹു പലപ്പോഴും പറഞ്ഞിരിക്കുന്നത്. സൂറത്ത് ശൂറയിൽ നമുക്ക് കാണാം, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹ, മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇപ്രകാരം ഒരു നിലപാടെടുക്കുന്നത് മനുഷ്യത്വരഹിതമോ ക്രൂരമോ ആയ നടപടിയൊന്നുമല്ല. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. കാര്യം ഫിത്ന വിഭാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണത്. എന്നാൽ അതത്രയും കർക്കശമായി തന്നെ നടത്തിയിരിക്കണമെന്നും അല്ലാഹു പറയുന്നില്ല. മറിച്ച് ആരെങ്കിലും വിട്ടുവീഴ്ചയും ഔദാര്യവും ഒക്കെ ചെയ്യുന്ന പക്ഷം റിവാർഡിങ് ഈസ് അപ്പോൺ അല്ലാഹ്, അത് അല്ലാഹു അതിന് പ്രതിഫലം നൽകിക്കോളും എന്ന് പറഞ്ഞാൽ നടപടി എടുക്കുന്നതൊരു അരോചകമോ മനുഷ്യത്വ വിരുദ്ധമോ ആയ സംഗതിയായിട്ട് കണക്കാക്കേണ്ടതൊന്നുമില്ല. അത് അവർ അർഹിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും വിട്ടുവീഴ്ച നൽകുവാണെങ്കിൽ അതിന് പ്രോത്സാഹനവും അല്ലാഹു നൽകുന്നുണ്ട്. ഇനി അഷ്ഹറുൽ ഹറാമു ബിശഹരിൽ ഹറാം,
നേരത്തെ അൽ ഹുർ ബിൽ ഹുർ എന്നൊക്കെ പറഞ്ഞതുപോലുള്ളൊരു പ്രയോഗമാണിതും. പവിത്ര മാസത്തിലാണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ പ്രത്യാക്രമണവും തനത് മാസത്തിൽ തന്നെ. നിങ്ങളുടെ ഈ പവിത്രതാബോധവും ആചാരവും ഒക്കെ നിങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടാനുള്ള ഉപാധിയായി മാറിക്കൂടാ. വൽ ഹുർമാതു ഖിസാസ്, ആദരണീയത തത്തുല്യ നീതിയോടെ പരിപാലിക്കപ്പെടേണ്ടതാണ്. അൽ ഖിസാസ് എന്ന് പറഞ്ഞാൽ തുല്യനീതിയാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഇത്തരം ആചാരങ്ങൾ തുല്യമായ ഭാവത്തിൽ, തുല്യമായ മേൽനോട്ടത്തിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടേണ്ടതാണ്. ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്, ചിലരുടെ മാത്രം ബാധ്യതയായി മാറിക്കൂടാ. 4 മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഇവ യാതൊരു അപശബ്ദം പോലും കേൾപ്പിക്കാത്ത വിധം ശാന്തവും സുരക്ഷിതവുമായ മാസങ്ങളായിരിക്കണമെന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലം തൊട്ട് തന്നെ അറബികൾ പരിപാലിച്ചു പോരുന്നൊരു സമ്പ്രദായമായിരുന്നു. എന്നല്ല, വാനഭുവനങ്ങളുടെ സൃഷ്ടിപ്പിന്റെ വേളയിൽ പോലും അള്ളാഹു ഇങ്ങനെ ഒരു നിർണയം നടത്തിയിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ അറബികൾ ചിലപ്പോൾ സ്വാർത്ഥത മൂത്തു നിൽക്കുമ്പോൾ പ്രസ്തുത മാസങ്ങളിൽ ആക്രമണം നടത്തുകയും പകരം ആ വർഷത്തിലെ മറ്റേതെങ്കിലും മാസങ്ങൾക്ക് പവിത്രത കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഹർബുൽ ഫിജാർ ഒക്കെ നടന്നത് അപ്രകാരമാണ്. ഇതിനാണ് അൻ-നസീ എന്ന് പറയുന്നത്. ഇന്നമൻ നസീഉ സിയാദതു മിനൽ കുഫ്ർ, അങ്ങേയറ്റം കടുത്ത കുഫ്റാണ് നസീ എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഇതേ തന്ത്രം ഉപയോഗിച്ച് അഥവാ നസീ നടത്തിയിട്ട് മക്ക മുശ്രിക്കുകൾ അടുത്ത വർഷം ഹുദൈബിയയ്ക്ക് ശേഷം ഉംറക്ക് പോയാൽ തങ്ങളെ വകവരുത്തുമോ എന്നൊരാശങ്ക സ്വഹാബികൾക്കിടയിലുണ്ടായിരുന്നു. ഇതിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. ഫമൻ അഅ്തദാ അലൈക്കും ഫഅ്തദു അലൈഹി ബിമിസ്ലി മാ അഅ്തദാ അലൈക്കും, നിങ്ങളോട് അതിക്രമം കാണിച്ചവരോട് നിങ്ങൾക്കും തത്തുല്യമായി പ്രതികാരം ചെയ്യാം. 2 ഊന്നലുകളിലൂടെ നമുക്ക് ഈ ആയത്ത് വായിക്കാം. ഒന്ന്, നിങ്ങൾക്ക് തത്തുല്യമായി പ്രതികാരം ചെയ്യാൻ അവകാശമുണ്ട്, അത് നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല. ഇനി മറ്റൊരു ഊന്നൽ, നിങ്ങൾ തത്തുല്യമായി മാത്രമേ പ്രതികാരം ചെയ്യാവൂ, 1 ഇഞ്ച് പോലും അധികം കനത്തിൽ ചെയ്യരുത്. മാത്രമല്ല, അന്നേരവും വിട്ടുവീഴ്ചയാണെങ്കിൽ അതിനതിരറ്റ പ്രതിഫലവും നൽകപ്പെടുന്നതാണ്. വത്തഖുല്ലാഹ് വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നന്നേ സൂക്ഷ്മത പുലർത്തുക, അത്തരക്കാരോടൊപ്പമാണ് അല്ലാഹു ഉള്ളത്. പ്രതികാര നടപടിയിൽ പോലും അതീവ ശ്രദ്ധയും സൂക്ഷ്മതയും ജാഗ്രതയും വേണം. ഒരു കാരണവശാലും ഭക്തിയും സൂക്ഷ്മതയും കൈമോശം വരരുത്. വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്, ദൈവമാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുവിൻ. ഫീ സബീലില്ലയുടെ ഏറ്റവും മൂർത്തമായ രൂപമാണ് ജിഹാദ്. ജിഹാദിനായി ചെലവഴിക്കുക എന്നതാണ് ഈ ആയത്തിൽ, ഈ കോണ്ടെക്സ്റ്റിൽ നേർക്ക് നേരെ ഉണർത്തപ്പെടുന്നത്. ശാരീരിക ത്യാഗങ്ങളെ പോലെ സുപ്രധാനമാണ് ധനപരമായ ത്യാഗങ്ങളും. വലാ തുൽഖൂ ബിഅയ്ദീകും ഇല തഹലുക, സ്വന്തം കരങ്ങളാൽ ആപത്തിൽ ചെന്ന് ചാടരുത്, അല്ലെങ്കിൽ നാശത്തിൽ പോയി കൈയിടരുത്. അള്ളാഹുവിന്റെ ദീനിനെ വിജയിപ്പിക്കാനായി ധനം ചെലവഴിക്കാതിരിക്കുകയും അതിനെതിരിൽ സ്വതാൽപര്യങ്ങൾക്ക് കൂടുതൽ മുൻഗണനയും മുഖവിലയും കൊടുക്കുകയും ചെയ്യുന്ന പക്ഷം ഇരു ലോകത്തും നാശമേ അതുണ്ടാക്കുള്ളൂ. ഇവിടെ നിഷേധികളുടെ മുന്നിൽ പരാജിതരും നിന്ദിതരുമായി തീരും, അതാണ് അതിൻ്റെ ഒരു റിസൾട്ട്. അതേസമയം പരലോകത്ത് കഠിന ശിക്ഷകൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യും. സൂറത്തുൽ നിസായിൽ അല്ലാഹു പറയുന്നു, അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ. ധർമ്മസമരത്തിൽ വിശ്വാസികളോടൊപ്പം നിൽക്കുന്നതിന് പകരം സത്യവിശ്വാസികളുടെ കൂടെ കൂടിയാൽ സാമൂഹിക ഔന്നത്യം നേടാമെന്നാണോ അവർ കരുതിയിരിക്കുന്നത്? എങ്കിൽ അവരറിഞ്ഞിരിക്കട്ടെ, സകല ഔന്നത്യവും പ്രതാപവും അള്ളാഹുവിനാകുന്നു. അത് മറന്നുകൊണ്ട് ചെയ്യുന്ന എല്ലാ തത്രപ്പാടുകളും തന്ത്രങ്ങളും പാഴ്വേലയാണ്, നഷ്ടക്കച്ചവടമാണ്. അതുകൊണ്ട് അഹ്സിനു, ഏറ്റവും മനോഹരമായി ചെയ്യേണ്ടതെല്ലാം ചെയ്യുക. ചെലവഴിക്കുന്നതിൽ പോലും ഈ മനോഹാരിതകൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിന് അനവധി സ്വഹാബാക്കളുടെ നേർസാക്ഷ്യങ്ങൾ ചരിത്രമായി നമുക്ക് മുന്നിലുണ്ട്. ചെയ്യുന്ന കാര്യത്തോട് അദമ്യമായ സ്നേഹവും താല്പര്യവും ഉണ്ടാകുമ്പോഴേ ഇഹ്സാനോടുകൂടി അത് ചെയ്തു തീർക്കാൻ കഴിയുള്ളൂ. അപ്പോഴാണ് പെർഫെക്ഷൻ ഉണ്ടാകുന്നതും. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു അത്തരം മുസ്ലിങ്ങളെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. അവന്റെ സ്നേഹത്തിന് പാത്രമാകാൻ നമുക്കും സാധിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.